ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. ഇന്നൊരു ക്വിക്കായിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. വീട്ടിൽ യാദൃശ്ചികമായിട്ട് അച്ഛനും അമ്മയും ബനാന ചിപ്സ് ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പം എന്നാൽ വിചാരിച്ചു ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തേക്കാമെന്ന്. അപ്പം നമ്മൾ ഓൾറെഡി നമ്മളുടെ ചാനലിൽ ഓണം സദ്യക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല നല്ല റെസിപ്പീസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ലിങ്ക്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇവിടെ 4 കായയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നന്നായിട്ട് അച്ഛൻ ഇതേപോലെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒരു സ്ലൈസർ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ, കാരണം ഈവൻലി നമുക്ക് അതിൻ്റെ ചിപ്സിൻ്റെ സൈസൊക്കെ കിട്ടും. അപ്പോൾ ഇതേപോലെ എല്ലാം സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രഷായിട്ട് വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ രുചി നമുക്ക് വാങ്ങുന്നതിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും നിങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ മാക്സിമം ഒക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് സദ്യയുടെ സമയത്ത് ജസ്റ്റ് അത് സെർവ് ചെയ്യേണ്ട പണിയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയെല്ലാം സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 2 ടീസ്പൂൺ ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലൊരു കടായിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ചൂടാക്കി എടുക്കണം മീഡിയം ഫ്ലെയിമിൽ. എന്നിട്ട് നമ്മളൊരു കൈപ്പിടി കായ ഇതേപോലെ എടുത്തിട്ട് കുറച്ചായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ക്രിസ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പൊട്ടിപ്പിടിക്കും. എനിക്കറിയാം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം 2-3 ടീസ്പൂൺ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഉപ്പുവെള്ളമില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്ന് ഡിസ്റ്റൻസിൽ നിന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്, കാരണം ഇത് നല്ലോണം എണ്ണയിൽ ഒന്ന് ബോയിലാവുന്ന സമയത്ത് തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റൊക്കെ അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ സെക്കൻഡ് ബാച്ച് ഓഫ് ബനാന ചിപ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ ആഡ് ചെയ്ത പോലെ ഉപ്പുവെള്ളം മിക്സ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് ഫ്രൈ ചെയ്ത് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്രാവശ്യം ഓണസദ്യക്ക് നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ വീഡിയോസ് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം നമുക്ക് വീഡിയോസ് ഫ്രീക്വൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൻ്റെ അവിടെ തന്നെയുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.